ഹലോ വെൽക്കം ബാക്ക് ടു ബിലി ബട്ടർഫ്ലൈസ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആൻറ്റി ഏജിങ് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആൻറ്റി ഏജിങ് ക്രീം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നവർക്കും ആൻറ്റി ഏജിങ് ക്രീം ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സജഷന് കൂടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. കാരണം എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല, പക്ഷേ 3 വീക്സ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആൻറ്റി ഏജിങ് ക്രീം യൂസ് ചെയ്യുന്നത്. 3 വീക്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് വലിച്ചിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് ക്രീമിനെ കുറിച്ച് അറിയണമെങ്കിൽ ആൻറ്റി ഏജിങ് ക്രീം നോക്കുന്നവരുണ്ടെങ്കിൽ കാണാട്ടെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബിൽ കൂടെ ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോസിന് മുമ്പ് മിസ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. എന്താ പറയുക, നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ലോട്ടസ് ഹെർബൽസിൻ്റെ യൂത്തറെക്സ് എന്ന് പറയുന്ന ഈ ഒരു ആൻറ്റി ഏജിങ് ട്രാൻസ്ഫോമിങ് ക്രീമാണ്. ഇത് 10 ഗ്രാം ഓഫ് പ്രോഡക്റ്റേ ഉള്ളൂ. കാരണം കുട്ടി ഡബ്ബയാണ്, കണ്ടോ, കുട്ടി ഡബ്ബയാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. ഗോൾഡൻ പർപ്പിൾ ക്യാപ്പ് വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഇത് എന്താ റിവ്യൂ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ 10 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള എന്താണെന്ന് ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആൻറ്റി ഏജിങ് ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ബോട്ടിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും നല്ലത് നമ്മളെപ്പോഴും ഒരു പുതിയ ക്രീം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ പാക്ക് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, വേറെ എടുക്കാം, വേറെ മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ഒരു ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വലിയ ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയുന്നതിൽ അത് എപ്പോഴും ചെറിയ പാക്ക് മേടിച്ചിട്ട് സാമ്പിൾ യൂസ് ചെയ്ത് നോക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നൈക്കയെന്നാണ് മേടിച്ചിട്ടുള്ളത്. 155 റുപ്പീസാണ് ആയിട്ടുള്ളത് 10 ഗ്രാം ഓഫ് പ്രോഡക്റ്റ്. 10 ഗ്രാം ഇതാണ്. അത്യാവശ്യം നമുക്ക് 1 മന്ത് യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഇതിലുണ്ട്. കാരണം ഇത് 3 വീക്സ് യൂസ് ചെയ്തിട്ടും ബാക്കിയുണ്ട്. 3 വീക്സ് യൂസ് ചെയ്തിട്ടും എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ക്വാണ്ടിറ്റി വൈസ് നമുക്കിത് 1 മന്ത് യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലോറൽ സ്മെല്ലാണ്. എന്ത് പൂവിൻ്റെയാന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല ഫ്ലോറൽ സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറയാൻ. നമ്മൾ ചില മോയ്സ്ചറൈസറിന് ഈ ഒരു സ്മെല്ലുണ്ട്, ഇതുപോലത്തെ ഒരു ഫ്ലോറൽ സ്മെല്ലുണ്ട്. ഇത് നല്ലൊരു ഫ്ലോറൽ സ്മെല്ലാണ്. കൊള്ളാം. കുറച്ച് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സ്മെല്ലങ്ങ് പോകും, ഫ്രാഗ്രൻസ് ഒക്കെ പോകും. പക്ഷേ നല്ല രസമുണ്ട് സ്മെല്ല്. നമുക്ക് സ്മെല്ല് ചെയ്യാൻ കൊള്ളാം, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് ഒരു പിങ്ക് കളറാണ്. വൈറ്റ് അല്ല, ഇത് കണ്ടോ, വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് അല്ല, ഒരു പിങ്ക് കളറാണ് വരുന്നത്. ഒരു ലൈറ്റ് പിങ്ക് കളർ. ഇങ്ങനെ ഭയങ്കര തിക്കല്ല, ഇങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. ഒരു ചെറിയൊരു തണുപ്പുണ്ട്. നല്ല ക്രീമാണ്. ഒരുപാട് ഭയങ്കര തിക്കായിട്ടുള്ള ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ പാടുള്ള അങ്ങനത്തെ ക്രീമൊന്നുമില്ല. ഓക്കെ ആണ്, നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്ത കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ സ്കിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സാക്റ്റ് ഓയിലി സ്കിൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അത്രയ്ക്ക് ഓയിലി ആവുന്നില്ല എൻ്റെ സ്കിൻ. നേരത്തെയൊക്കെ നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റെടുത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് വെച്ച പോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പം എനിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ്. പെട്ടെന്ന് നടന്ന് പിമ്പിൾസ് വരുന്ന സ്കിന്നാണ് കണ്ടത്. ഇപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പോയതിൻ്റെ പാട് കിടക്കും. ഞാൻ ഇപ്പോൾ സ്കിന്നിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ സ്കിന്നിൽ ഇത് കാണാൻ പറയില്ല, ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ് എൻ്റെ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഏത് സ്കിൻകാർക്കൊന്നും ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഓയിലി സ്കിന്നാണ് ഞാൻ പറഞ്ഞതാണ്. ഇതെല്ലാം സ്കിൻ ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് കാണുന്നവർക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ ഇനി എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ എന്ത് സ്കിന്നാണ് എങ്ങനത്തെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓയിലി സ്കിന്നാണ്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഡെയിലി രാവിലെയും നൈറ്റും, നമ്മൾ രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട്. വൈകിട്ടാണെങ്കിലും ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. 2 ടൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസിൽ നെക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഈ 3 വീക്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ ചൂട് സമയമാണല്ലോ, നല്ല അടിപൊളി ചൂടല്ലേ. ഈ ചൂടത്ത് നമുക്കൊരു ക്രീം ഇട്ടിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണല്ലേ. എനിക്ക് ഭയങ്കര പാടാണ് പേഴ്സണലി. ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ പോയി കഴുകിക്കളയും. കാരണം ചൂടെടുത്ത് കഴിയുമ്പോൾ വേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ക്രീമും കൂടി ഇരിക്കുമ്പോൾ ആകെ കുഴ മട്ട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഫേസിൽ. അപ്പോൾ ഞാൻ തന്നെ പോയി കഴുകിക്കളയും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല. ഇത് ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്രീമാണ്. ശരിക്കും മോയ്സ്ചറൈസർ ഇട്ടാലും ഞാൻ പോയി കളയാറുണ്ട്. പക്ഷേ ഈ ഒരു ആൻറ്റി ഏജിങ് ക്രീം ഇട്ടിട്ട് ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വേറെ ആൻറ്റി ഏജിങ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതാണ്.
ഈ ആൻറ്റി ഏജിങ് ക്രീം യൂസ് ചെയ്തിട്ട് എനിക്ക് ചൂട് സമയത്തും ഓക്കെയാണ്, എനിക്ക് നല്ല ഓക്കെയാണ്, എനിക്ക് കംഫർട്ടബിൾ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സമ്മർ ടൈമിൽ അടിപൊളിയാണ് ഇത്. അതാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ കാര്യം പോയി പറയുന്നത് വെച്ചാൽ അതാണ്. അപ്പോൾ നിങ്ങൾ ആൻറ്റി ഏജിങ് ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നും അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ക്രീം ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, സമ്മർ ടൈമിൽ അവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു 10 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂട് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആൻറ്റി ഏജിങ് ക്രീമാണ്. നിങ്ങൾക്ക് ആൻറ്റി ഏജിങ് ക്രീമായിട്ടല്ല, ഇപ്പോൾ മോയ്സ്ചറൈസറാണ് ഇടുന്നവരാണെങ്കിൽ കൂടി ഇപ്പോൾ ആൻറ്റി ഏജിങ് ക്രീം യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അങ്ങനെ ഇടുന്നത്, രാവിലെ മോയ്സ്ചറൈസർ ഇടില്ല, കുളി കഴിഞ്ഞിട്ട് ഇതങ്ങ് തയ്ക്കുള്ളൂ, ഫേസ് വാഷ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങ് ഇടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ 3 വീക്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തക്ക മാറ്റമൊന്നുമില്ല. കാരണം ഞാൻ 3 വീക്സ് യൂസ് ചെയ്തിട്ട് ഉടനെ ആൻറ്റി ഏജിങ് ക്രീമിന് മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. ഫേസ് ബ്രൈറ്റനിങ് അങ്ങനെയുള്ള ഇതല്ലല്ലോ ഇത്. ആൻറ്റി ഏജിങ് റിങ്കിൾ ഫ്രീ ആവുക, ഫൈൻ ആൻഡ് സ്വൈൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ക്രീമാണ്. ഇപ്പം നമ്മൾ ഒരു കുറച്ച് മുൻകൂട്ടി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ, സ്കിൻ കെയർ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് റിങ്കിൾസും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ നേരത്തെ ഇതൊക്കെ ഇന്ന് യൂസ് ചെയ്ത് തുടങ്ങുന്നത് അത്രയും ബെറ്ററാണ്, അതുകൊണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് സ്കിന്നിൽ മാറ്റം വല്ലതും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇനി കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മേ ബി ആൻറ്റി ഏജിങ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെയായിരിക്കും. അല്ലാതെ ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് മാറ്റമൊന്നുമില്ല. സാധാരണ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമാണ്. സമ്മർ ടൈമിൽ നിങ്ങൾ ഒരു ആൻറ്റി ഏജിങ് ക്രീം തപ്പുന്നവരാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒരു 10 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് മേടിച്ച് വെച്ചാൽ മതി. സമ്മർ ടൈമിൽ മാത്രം ആൻറ്റി ഏജിങ് ക്രീം ഇത് യൂസ് ചെയ്യുക. അല്ലാത്ത ടൈമിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. അതാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിയുള്ള റിവ്യൂ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആകെ 3 വീക്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നിയ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ എന്താണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. എല്ലാത്തിലും അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ നയിക്കുന്നതാണ് മേടിച്ചെങ്കിലും ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ അങ്ങനെ എല്ലാത്തിനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും മേടിക്കേണ്ട. വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലൊക്കെ ഉണ്ട്. 10 ഗ്രാമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇനിയൊരു കാര്യം പറയാം. ഞാൻ ഇത് ഞാൻ ഇനി മേടിക്കൂ എന്നൊരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ മേടിക്കാൻ ഫസ്റ്റ് ടൈമാണ് ആൻറ്റി ഏജിങ് ക്രീം മേടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് ഇനി ഞാൻ ഇത് തന്നെ മേടിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ മേടിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ വേറെ ആൻറ്റി ഏജിങ് ക്രീമിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് എനിക്ക് സ്കിന്നിൽ ഏതാണ് കുറച്ച് നല്ല ഇപ്പോൾ സമ്മർ ടൈമിലാണ് ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞത്, അല്ലാതെ അടിപൊളിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. സമ്മർ ടൈമിൽ ഇതിട്ടിട്ട് നമുക്ക് ഓക്കെയാണ്, ഫേസിലിരുന്നു ഇരിക്കും, ഓക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചൂടുള്ള ഇതുപോലത്തെ ടൈമിൽ ഞാൻ ഇത് തന്നെ ഇതുപോലെ ഒരു 10 ഗ്രാം പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അത് യൂസ് ചെയ്യും. അപ്പോൾ അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ എന്താണെങ്കിലും വേറെ ഒരു പ്രൊഡക്റ്റിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യും. അതാ ഉദ്ദേശിക്കുന്നത്. ആൻറ്റി ഏജിങ് ക്രീം പല ബ്രാൻഡും ഉണ്ടല്ലോ, നമുക്ക് ഏതാണ് നല്ലതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നൊരു ഓരോന്നായിരിക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുക, റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞാൻ അതനുസരിച്ച് മാറി മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമ്മർ ടൈമിൽ അടിപൊളിയാണ്, ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ മെയിൻ പറഞ്ഞത്. ഇത് ഞാൻ ഇനി മേടിക്കുമെന്ന് ചോദിച്ചാൽ ഇത് തന്നെ മേടിക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, സമ്മർ ടൈമിൽ ഇത് മേടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതാണ്, നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ബ്യൂട്ടി മേക്കപ്പ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, സ്കിൻ കെയർ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജുകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ ബൈ.